മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഘനാഥൻ കണ്ണനെ കൊല്ലാനായിട്ട് ശക്തിയെ മറ്റൊരു കൂട്ടാളി ഗുണ്ടയെ ഏർപ്പാടാക്കി വെച്ചിരുന്നില്ലേ. നമ്മുടെ ശക്തി രാത്രി തക്കം പാത്ത് മഹാലക്ഷ്മിയും കണ്ണനും കിടക്കുന്ന റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ വന്ന് ജനൽ തള്ളി തുറന്നപ്പോൾ മനസ്സിലായി കണ്ണനും മഹാലക്ഷ്മിയും ഒറ്റയ്ക്കേ ഉള്ളൂ റൂമിൽ. അങ്ങനെ ആ അവസരം നോക്കി നമ്മുടെ ശക്തി റൂമിലേക്ക് കടന്ന് കണ്ണനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയെ മുമ്പ് അപകടത്തിൽ നിന്ന് രക്ഷിച്ച അതേ മാർക്കോ തന്നെ നമ്മുടെ കണ്ണനെ രക്ഷിക്കുന്നുണ്ട്. അതോടെ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു സത്യം മനസ്സിലാകുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാലക്ഷ്മിയോടെ. അനന്തു പുറത്തേക്ക് പോകാൻ നേരത്ത് ഒരു ഗുണ്ടയാണെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി അവിടെ കടന്ന് പാത്തു പതുങ്ങി നോക്കുന്നത് കണ്ട് അതിൽ നിന്നൊരു കാര്യം മഹാലക്ഷ്മിക്ക് ഉറപ്പായി. തൻ്റെ രണ്ടാനച്ഛൻ ഇപ്രാവശ്യവും തൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് കൂട്ടാളികളെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അവന്മാർ ഞങ്ങളെ ഉപദ്രവിക്കാൻ തന്നെയാണ് ഇവിടെ തക്കം പാത്ത് നിന്നിരുന്നതെന്നുള്ള കാര്യം നമ്മുടെ മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും പ്രതാപൻ ഒറ്റയ്ക്കായിരിക്കില്ല. കമലേശ്വരത്തെ തങ്ങളെ വെറുക്കുന്ന ശത്രുക്കളും ഇതിന് പിന്നിലുണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് നമ്മുടെ മഹാലക്ഷ്മിക്ക് കലി അടക്കാനാകാതെ പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട്. കമലേശ്വരത്തേക്ക് ചെല്ലുമ്പോൾ ഭാഗ്യത്തിന് നമ്മുടെ പ്രതാപനും കമലേശ്വരത്ത് തന്നെ ഉണ്ടായിരുന്നു. അതോടെ നമ്മുടെ മഹാലക്ഷ്മി പ്രതാപൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമ്മുടെ പ്രതാപൻ്റെ കൂടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതാ എന്നെ എൻ്റെ കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ ഇനി വന്നേക്കരുതെന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്ത ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ പുറം ലോകത്തോട് വിളിച്ചു പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് ഞാൻ പറഞ്ഞു ഒരാഴ്ച തികയുന്നതിന് മുമ്പിട്ട് നിങ്ങൾ വീണ്ടും ആൾക്കാരെ അയച്ചിരിക്കുന്നു. അത് കേട്ട് നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ പിച്ചും പേയുമായി പറയുന്നത്, എനിക്കിതൊന്നും അറിയില്ലെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ, തോമസ് വൈദ്യരുടെ അടുത്ത് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ആളെ അയച്ചത് നിങ്ങളല്ലേ. ഭാഗ്യത്തിനാണ് എൻ്റെ കണ്ണേട്ടൻ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, അത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ച കാര്യത്തിൻ്റെ പിന്നിൽ ഞാനല്ലെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ നല്ല പിള്ള ചമയേണ്ട. നിങ്ങൾക്ക് ഈ ജന്മത്ത് നല്ലവനാവാൻ കഴിയില്ലെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. ആരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും എന്നെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്കാകില്ല. അതുകൊണ്ടൊക്കെ തന്നെ പറയുക, ഈ മുറ്റത്ത് വെച്ച് തന്നെ സത്യങ്ങൾ എല്ലാവരും അറിയണം. എൻ്റെ കണ്ണേട്ടനോട് ഇവിടെയുള്ളവർ തന്നെ സത്യങ്ങൾ പറയണം. അത് കേട്ടുകൊണ്ട് നമ്മുടെ ഉണ്ണി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, ഒന്നുമില്ല. എന്നിട്ട് നൈസായിട്ട് പ്രതാപൻ അവിടെ നിന്ന് അങ്ങ് മുങ്ങാൻ നോക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ടില്ലേ പോയത്, കള്ളനാണ്, പെരുങ്കള്ളൻ. അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാനച്ഛനാണ്, നിങ്ങളുടെ അമ്മ ഇപ്പോഴും കഴിയുന്നത് അയാളുടെ ചെലവിനാണെന്നുള്ള കാര്യം മറക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിർത്തടാ, നീ എവിടേക്കായി കാട് കയറി പോകുന്നത്? എൻ്റെ അമ്മ കഴിയുന്ന അയാളുടെ ചെലവിനാണെന്നോ? ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിനക്ക് അയാൾ വലുതായിരിക്കും, പക്ഷേ എനിക്ക് അയാൾ ആരുമല്ല. ഒരു സത്യം നീ മനസ്സിലാക്കണം, നിൻ്റെ അച്ഛനെ കൊന്നത് അയാളാണ്. അത് കേട്ടത് നമ്മുടെ ഉണ്ണി ഞെട്ടിത്തെറിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആ സമയത്തേക്ക് നമ്മുടെ മഞ്ജുവും ദുർഗാമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദുർഗാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ പിച്ചും പേയുമായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, പിച്ചും പേയും ഒന്നും അല്ല, ഞാൻ 5 വയസ്സിൽ കണ്ട സത്യങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മി 5 വയസ്സിൽ നേരിട്ട് കണ്ട സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അവരോടെ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ വീൽചെയറിലാകാൻ കാരണം ഇയാളാണ്, കൂടാതെ കണ്ണേട്ടൻ്റെ അച്ഛൻ മരിക്കാൻ കാരണവും ഈ പോയ പ്രതാപനാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നുണ്ട് ദുർഗാമ്മയും മഞ്ജുവും ഉണ്ണിയൊക്കെ. അന്നേരം നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, ഇല്ല, ഇതൊക്കെ നീ വെറുതെ ഉണ്ടാക്കുന്ന കഥയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഉണ്ടാക്കിയ കഥയെന്നോ? ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഈ മുറ്റത്ത് നിന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് കരുണയുടെ അച്ഛൻ ഇവിടുന്ന് അങ്ങ് പോയത്. അതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്താണ് സംഭവിച്ചതെന്ന്? എന്തായാലും ഞാൻ എൻ്റെ കണ്ണേട്ടനോട് ഈ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ് എനിക്ക്, എൻ്റെ രണ്ടാനച്ഛൻ മാത്രമായിരിക്കില്ല ഈ കൃത്യം ചെയ്തത്. മേഘനാഥൻ്റെ അച്ഛൻ വാമദേവനും കൂടെ കാണും. കാരണം അവർ തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. അപ്പം നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, ദേ ലക്ഷ്മി, ഇത്രയും നേരം നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ട് നിന്നു. വെറുതെ വാമേട്ടനെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊന്നും പറയരുതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എൻ്റെ അച്ഛനെ കൊന്നതാണോ? അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെ, കൊന്നത് തന്നെയാണ് എൻ്റെ രണ്ടാനച്ഛനായ പ്രതാപൻ്റെ പിന്നിൽ വേറെ ആരോ ഒരാളുണ്ട്. അത് വാമദേവൻ അമ്മാവനാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതിനെപ്പറ്റി നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്താണെന്ന് സത്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്.
പിന്നൊരു കാര്യം, ഞാൻ എൻ്റെ കണ്ണേട്ടനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ എല്ലാ ബന്ധങ്ങളും തീരും. ചിലപ്പോൾ മേഘനാഥൻ്റെ അച്ഛനെ എല്ലാ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. പക്ഷേ എൻ്റെ രണ്ടാനച്ഛൻ, അയാൾക്ക് ഞാൻ 2 ഡോസ് കൊടുത്തിട്ടുണ്ട്. കാരണം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ അയാൾ ആളുകളെ വിട്ടു. അതിൻ്റെ പിന്നിലും അയാൾ തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനൊന്നും മാപ്പില്ല. അത് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാമോ? എൻ്റെ അച്ഛനെ കൊന്നതാണോ? അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കൊന്നത് തന്നെയാണ്. അതിന് ഞാൻ തന്നെയാണ് ദൃക്സാക്ഷി. ഇനിയും എൻ്റെ കണ്ണേട്ടനോടും എന്നോടും ക്രൂരത ചെയ്താൽ ആ പ്രതാപനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ എൻ്റെ കണ്ണേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. പറയാത്ത പാട് മാത്രമേ ഉള്ളൂ. കണ്ണേട്ടൻ ആ കേസ് കുത്തിപ്പൊക്കിക്കോളും. ഇത് കേട്ട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ കൊന്ന കൊലപാതകികളെ ഞാൻ വെറുതെ വിടില്ല. എനിക്കിപ്പോൾ എൻ്റെ കണ്ണേട്ടനോട് മാത്രമേ കുറച്ച് ദേഷ്യമുള്ളൂ എന്ന് കരുതി എൻ്റെ അച്ഛനെ കൊന്ന ആളുകളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അച്ഛൻ എന്നെ നന്നായിട്ടാണ് വളർത്തിയതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ദുർഗയും മഞ്ജുവും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം കാത്തിരുന്ന് കാണേണ്ട എപ്പിസോഡാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.